Once again, welcome back to KCS Classes. KCS Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM 4th സെമസ്റ്ററിലെ നെക്സ്റ്റ് നടക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറാണ് ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നാ പിടിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, ടൈപ്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ചിലപ്പോൾ 2 വരെ വരാറുണ്ട്. അപ്പോൾ അത് നോക്കാം. ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓണ്ടർപ്രണേഴ്സിലെ ഓണ്ടർപ്രണേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഓണ്ടർപ്രണേഴ്സ് അതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മാനുഫാക്ചറിങ് ഓണ്ടർപ്രണേഴ്സ് എന്നോ, ഞാൻ മുഴുവൻ എഴുതുന്നില്ലേ, മാനുഫാക്ചറിങ് മാത്രമേ എഴുതുന്നുള്ളൂ. മാനുഫാക്ചറിങ് ഓണ്ടർപ്രണേഴ്സോ, അതുപോലെ തന്നെ വിമൺ ഓണ്ടർപ്രണേഴ്സോ, ഞാൻ വിമൺ മാത്രമേ എഴുതുന്നുള്ളൂ. പിന്നെ ടൈപ്സിൽ ഇപ്പോൾ ഫാബിയാൻ ഉണ്ട്, ഫാബിയാൻ ഓണ്ടർപ്രണേഴ്സ്, ഡ്രോൺ ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം കേട്ടോ, ചിലപ്പോൾ 2 വരെ. ദെൻ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണേഴ്സ്, അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്നുള്ളതും ചോദിക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് വേണമെങ്കിൽ എഴുതാം. അപ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർഷിപ്പ്, അതുപോലെ തന്നെ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ ഓണ്ടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ മീഡിയ ഓണ്ടർപ്രണർഷിപ്പ്, ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പ് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ഡിജിറ്റൽ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, ഇന്നോവേറ്റീവ് ഓണ്ടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ ഓണ്ടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ മീഡിയ, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്, നിർബന്ധമായും പഠിക്കുക. ഓണ്ടർപ്രണേഴ്സ് എന്താണ്, ആരാണ്, ഓണ്ടർപ്രണർഷിപ്പ് എന്താണ് എന്നുള്ളത് നിർബന്ധമായും പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് സ്റ്റാർട്ടപ്പ് എന്താണ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ്, അതുപോലെ തന്നെ സ്റ്റാൻഡപ്പ്, രണ്ടും നോക്കണം കേട്ടോ. ഏതെങ്കിലും വരാം അതിൻ്റെ ഉള്ളിൽ നിന്ന്. ദെൻ നെക്സ്റ്റ് കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്, കണ്ടന്റ് മാർക്കറ്റിംഗ് എന്താണ്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ വൈറൽ മാർക്കറ്റിംഗ്, ഏതെങ്കിലും ഒരു മാർക്കറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. വൈറൽ മാർക്കറ്റിംഗ് എന്താണ്. പിന്നെ SEO അതും കൂടി നോക്കുക. ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ് എന്താണ്, ക്രൗഡ് ഫണ്ടിങ് എന്താണ്. ഇൻട്രാപ്രണർഷിപ്പ് എന്താണ്, ഇൻട്രാപ്രണർഷിപ്പ് എന്താണ്. ദെൻ നേരത്തെ പറയാൻ വിട്ടൊരു ചോദ്യമുണ്ട് മാർക്കറ്റിങ്ങിൽ തന്നെ, ഗൊറില്ല മാർക്കറ്റിംഗ് എന്താണ്, ചിലപ്പോൾ കാണാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യാതിരിക്കുക. എന്താണ് ഗൊറില്ല മാർക്കറ്റിംഗ് എന്താണ്, ഗൊറില്ല മാർക്കറ്റിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റ്യൻ പ്രൊജക്റ്റിനെ റിലേറ്റ് ചെയ്തുള്ള, അതിനായിട്ട് മുമ്പ് വേറെ ഒരെണ്ണമാണ് ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ പാർട്ണർഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ കമ്പനി ഉണ്ട്, അതിൽ പ്രൈവറ്റ് ലിമിറ്റഡോ പബ്ലിക് ലിമിറ്റഡോ, കമ്പനി, ഫോം ഓഫ് ഓർഗനൈസേഷൻ, ചിലപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്താണ്, അങ്ങനെ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻസിൽ ഏതെങ്കിലും ആണ്. ചിലപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം. അങ്ങനെ അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് സോട്ട് അനാലിസിസ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ, അതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പെസിൽ, അതുപോലെ തന്നെ SWOT, സോട്ട് അനാലിസിസ്,
ഇതിലേതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യുന്നു. നേരത്തെ പറയാൻ വിട്ടുപോയ ഒരെണ്ണമുണ്ട്, ഫ്രാഞ്ചൈസിങ് എന്താണ് കേട്ടോ, അതും കൂടി നോക്കി വെച്ചോളൂ. ഫ്രാഞ്ചൈസിങ് എന്താണ്? ഓക്കെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റ് റിപ്പോർട്ട് എന്താണ്? പ്രൊജക്റ്റ് ഡിസൈൻ എന്താണ്? CPM എന്താണ്? പെർട്ട് എന്താണ്? ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ദെൻ അടുത്തതായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നതാണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ്? വെഞ്ചേഴ്സ് എന്താണ്? വെഞ്ചേഴ്സ് എന്താണ്? മുദ്ര സ്കീം എന്താണ്? നോക്കാം, മറക്കരുത്. പിന്നെ നെക്സ്റ്റ് ഇന്റർനാഷണൽ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഓൺടർപ്രണർഷിപ്പ്. ഇന്റർനാഷണൽ ഓൺടർപ്രണർഷിപ്പ് എന്താണ്? ദെൻ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മുടെ 2 മാർക്സിൻ്റെ ഏറ്റവും കൂടുതൽ ഒരുപാട് സ്കോപ്പുള്ള ചോദ്യങ്ങൾ ഉള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ ഓൺടർപ്രണറിയൽ പൊട്ടൻഷ്യൽ അതിൻ്റെ കൂടെ പറയാൻ നേരത്തെ വിട്ടുപോയൊരു ചോദ്യമാണ് കേട്ടോ. ഓൺടർപ്രണറിയൽ പൊട്ടൻഷ്യൽ എന്താണ്? ഓൺടർപ്രണറിയൽ പൊട്ടൻഷ്യൽ, അതും കൂടി നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ 2 മാർക്സിൻ്റെ. അപ്പോൾ അതിന് തന്നെ ഓൺടർപ്രണേഴ്സ് ആരാണോ ഓൺടർപ്രണർ ആയാലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓൺടർപ്രണേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, മാനുഫാക്ചറിങ്, വിമണോ, ഫാബിയൻ, ഡ്രോൺ, ഇന്നോവേറ്റീവ്, ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇന്നോവേറ്റീവ് ഓൺടർപ്രണർഷിപ്പ് എന്താണ്? സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ്, ഡിജിറ്റൽ ഓൺടർപ്രണർഷിപ്പ്, സ്റ്റാൻഡപ്പ് എന്താണ്? സ്റ്റാർട്ടപ്പ് എന്താണ്? കണ്ടന്റ് മാർക്കറ്റിംഗ്, വൈറൽ മാർക്കറ്റിംഗ്, SEO, ഗൊറില്ല മാർക്കറ്റിംഗ്, ക്രൗഡ് ഫണ്ടിങ് എന്താണ്? ഓൺടർപ്രണർഷിപ്പ്, പിന്നെ ഓൺടർപ്രണറിയൽ പൊട്ടൻഷ്യൽ, പിന്നെ നെക്സ്റ്റ് പാർട്ണർഷിപ്പ് എന്താണ്? കമ്പനി എന്താണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫ്രാഞ്ചൈസിങ്, പെസ്റ്റൈൽ എന്താണ്? സോട്ട് അനാലിസിസ്, പോർട്ടേഴ്സിൻ്റെ 5 ഫോഴ്സസ് ഉണ്ട്, അത് നോക്കിക്കോ. പിന്നെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് റിപ്പോർട്ട്, പ്രൊജക്റ്റ് ഡിസൈൻ, CPM, പെർട്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്, വെഞ്ചേഴ്സ്, മുദ്ര സ്കീം, ഇന്റർനാഷണൽ ഓൺടർപ്രണർഷിപ്പ്, FDI. ഓക്കെ. ഇതൊക്കെയാണ് നമ്മൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിൻ്റെ സജഷൻസ് ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.